ഹായ് നമസ്കാരം. കെൽത്തൂർ പ്രോപ്പർട്ടീസിന്റെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പാലാ പൊൻകുന്നം റൂട്ടില് പൈക എന്ന സ്ഥലത്ത് നല്ല അടിപൊളി ഒരു വീട് വന്നിട്ടുണ്ട്. അടിപൊളി വീട് എന്ന് വെച്ചാൽ വളരെ മനോഹരമായ വീടാണ് വന്നിരിക്കുന്നത്. 1750 സ്ക്വയർ ഫീറ്റില് 11 സെന്റില് 3 ബെഡ്റൂം ഉൾപ്പെടുത്തി പണിത നല്ല മനോഹരമായ വീടാണ് വന്നിരിക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ പൈക ടൗണിൽ നിന്ന് നമുക്ക് നടന്ന് വീട്ടിലോട്ട് പോകാം. 300 മീറ്ററാണ് ടൗണിൽ നിന്നുള്ള ദൂരം. ബസ് റൂട്ടുമായിട്ട് ഏകദേശം ഒരു 200 മീറ്ററേ വരുന്നുള്ളൂ. കിണർ വെള്ളമുണ്ട്, പൈപ്പ് കണക്ഷൻ ഉണ്ട്, എല്ലാ സൗകര്യവും കൂടിയാണ് മനോഹരമായ വീടാണ് വന്നിരിക്കുന്നത്. അപ്പം നമ്മുടെ ചാനൽ ആദ്യം കാണുന്നവരാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ഓർമ്മിപ്പിക്കുന്നു. വീടിൻ്റെ മുൻഭാഗത്തു നിന്നുള്ള വ്യൂ ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് പഞ്ചായത്ത് റോഡ് തീർന്നാണ് നമ്മുടെ വീട് പണി പൂർത്തിയായിരിക്കുന്നത്. എല്ലാ പണികളും തന്നെ തീർന്നു. കോമ്പൗണ്ടുകളിൽ ഫുള്ള് പണികൾ തീർന്ന് ഗേറ്റ് വെച്ച് മനോഹരമായ വീടാണ്. മുറ്റത്തിൻ്റെ താഴ്ഭാഗം മുഴുവനായിട്ടും ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് കൊടുത്തിരിക്കുന്നത്. മുറ്റത്തിൻ്റെ മുൻഭാഗം മുഴുവനായും തന്നെ ഈ ഗ്രാസ് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. വീടിൻ്റെ മുൻഭാഗത്തായിട്ടാണ് ഇതിൻ്റെ കിണറിൻ്റെ സ്ഥാനം വന്നിരിക്കുന്നത്. നല്ല എൽ ഷേപ്പിലുള്ളൊരു സിറ്റ് ഔട്ട് നമുക്ക് കാണാൻ പറ്റും. വിശാലമായൊരു മുറ്റമുണ്ട്. വീടിൻ്റെ അങ്ങേയറ്റം വരെ നല്ല വലുപ്പത്തിലാണ് ഇതിൻ്റെ മുറ്റം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതിപ്പം റോഡ് സൈഡിൽ നിന്നുള്ളൊരു വ്യൂ ആണ് നമ്മൾ കാണുന്നത്. കയറി വരുന്ന ഭാഗമല്ല, മറു സൈഡ് റോഡിൽ നിന്നുള്ളൊരു വ്യൂ ആണ് വീടിൻ്റെ നമ്മൾ കാണുന്നത്. ഇനി 2 ഫ്രണ്ട് ഭാഗം വരുന്നുണ്ട് ഈ വീടിന്. രണ്ട് സൈഡിലേക്കും തുറക്കാവുന്ന രീതിയിലാണ് അതിൻ്റെ ഗേറ്റ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ ഒരു ചെറിയ കുട്ടി ഗേറ്റും കൊടുത്തിട്ടുണ്ട്. മുറ്റത്തിൻ്റെ വലിപ്പം പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. അതുപോലെ നല്ലൊരു കാർ പോർച്ച്, വിശാലമൊരു കാർ പോർച്ച് ഉണ്ട്. ഏകദേശം ഒരു 2 വണ്ടിക്ക് സുഖമായി പാർക്ക് ചെയ്യാൻ രീതിയിലാണ് ഇതിൻ്റെ കാർ പോർച്ച് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൻ്റെ മുറ്റം നമുക്ക് പൊതുവായി ഒന്ന് കണ്ടു നോക്കാം. മുറ്റത്ത് ചെറിയ മെറ്റിലാണ് വിരിച്ചിരിക്കുന്നത്. നമുക്ക് വീടിൻ്റെ ബാക്ക് സൈഡ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബാക്ക് സൈഡാണ്, അത്യാവശ്യം സ്പേസ് ഉണ്ട്. ഇവിടെ ഒരു സ്റ്റെയർ കേസ് മുകളിലേക്ക് കൊടുത്തിട്ടുണ്ട്. നല്ല ഡിസൈനോട് കൂടിയ ഫ്രണ്ട് ഡോറാണ് നമ്മൾ കാണുന്നത്. ഒരു സൈഡിലേക്ക് തുറക്കാവുന്ന ഒരു പാളി വരുന്ന ഡോറാണിത്. ഇത് ലിവിങ് ഏരിയ ആണ്. കയറി വരുന്ന ലിവിങ് ഏരിയ ആണ് കാണുന്നത്. ലിവിങ് ഏരിയ തന്നെ ഒരു പാളി വരുന്ന ചെറിയൊരു വിൻഡോ നമുക്ക് കാണാൻ പറ്റും. നല്ല ഡിസൈൻ കൂടി നല്ലൊരു മനോഹരം ഒരു വിൻഡോ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല വലുപ്പമുള്ളൊരു ലിവിങ് ഏരിയ ആണ്. ലിവിങ്ങിക്ക് ശേഷം ഫാമിലി ലിവിങ്ങും ഡൈനിങ്ങും ഒരുമിച്ചാണ് ചെയ്തിരിക്കുന്നത്. മനോഹരമായ ഒരു സീലിംഗ് വർക്ക് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. സീലിംഗ് വർക്ക് എടുത്ത് പറയേണ്ട ഒന്നാണ്. LED ലൈറ്റുകളുണ്ട്. അതുപോലെ നല്ല മനോഹരമായിട്ടാണ് ഇതിൻ്റെ ഡിസൈൻ ചെയ്തിരിക്കുന്നതിൻ്റെ വർക്കുകൾ. അതുപോലെ ചെറിയൊരു പ്രാർത്ഥന റൂമെന്ന് പറയാൻ പറ്റില്ല, ഒരു പ്രാർത്ഥനയ്ക്കുള്ള ഒരു സ്ഥലം ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ സീലിംഗ് വർക്കുകൾ നല്ല മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. LED ലൈറ്റുകൾ കൊടുത്ത്, ഫാൻസി ലൈറ്റുകൾ ഉപയോഗിച്ച്. ഡൈനിങ്ങിനോട് ചേർന്ന് തന്നെ കൊടുത്തിരിക്കുന്നത് ഒരു വാഷ് ബേസിൻ, വാഷ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കാണുന്ന കിച്ചണാണ്. കിച്ചണിൽ നല്ല മനോഹരമായ ടൈൽ വർക്കുകൾ ചെയ്ത്, കബോർഡ് വർക്കുകളെല്ലാം തടിയിലാണ് ചെയ്തിരിക്കുന്നത്. 2 ചെറിയ വിൻഡോ കൊടുത്തിട്ടുണ്ട്. കിച്ചണോട് ചേർന്ന് തന്നെ ഒരു വർക്കിംഗ് കിച്ചണും കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു ചെറിയ ഫയർ കിച്ചൺ ഉണ്ട്. ഇതിനകത്ത് ആവശ്യമെങ്കിൽ ഉപയോഗിക്കുന്ന രീതിയിൽ ഒരു ഫയർ കിച്ചൺ കൊടുത്തിട്ടുണ്ട്. അത് ചേർന്ന് തന്നെ നല്ലൊരു സ്റ്റോർ റൂം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം വലുപ്പമുള്ള നല്ലൊരു സ്റ്റോർ റൂമും കിച്ചണോട് ചേർന്ന് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതിലും വെളിച്ചം കിട്ടുന്ന രീതിയിൽ സൈഡിലൊരു വിൻഡോ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ കാണുന്നത് ബെഡ്റൂമാണ്. 3 ബെഡ്റൂമിൽ ആദ്യത്തെ ബെഡ്റൂമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാ ബെഡ്റൂമിലും ഒരു ഡ്രസ്സിങ് ഏരിയ കൊടുത്തിട്ടുണ്ട്. അതും തടിയിലാണ് അതിൻ്റെ വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നത്. ബാത്റൂം ഫിറ്റിങ്സ് എല്ലാം ബ്രാൻഡഡ് കമ്പനിയുടെ മാത്രമാണ് ഉപയോഗിച്ചിട്ടുള്ളൂ.
ഈ വീടിൻ്റെ ഡീറ്റെയിൽസ് ഒന്നുകൂടി പറയാം. 15 സെൻറ്റ് സ്ഥലത്തിൽ 1750 സ്ക്വയർ ഫീറ്റിലാണ് 3 ബെഡ്റൂം ഉൾപ്പെടുത്തി ഈ വീട് പണിതിരിക്കുന്നത്. 3 ബെഡ്റൂമും ബാത്റൂം അറ്റാച്ച്ഡ് ആണ്. അതുപോലെ എല്ലാ ബെഡ്റൂമിലും ഡ്രസ്സിങ് ഏരിയ കൊടുത്തിട്ടുണ്ട്. സിറ്റ് ഔട്ട്, കാർ പോർച്ച്, ലിവിങ്, ഫാമിലി ലിവിങ്, ഡൈനിങ് ഏരിയ എന്നിവയാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ലൊക്കേഷൻ വരുന്നത് പൈകയാണ്. പൈക ടൗണിൽ നിന്ന് 300 മീറ്റർ. ഈ വീടിന് ചോദിക്കുന്ന വില 72 ലക്ഷം രൂപയാണ്. വിലയിലെ മാറ്റം വരുന്നതുമാണ്. അതുപോലെ ലോണിൻ്റെ കാര്യങ്ങൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്.